നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയാലോ? എങ്കിൽ വരൂ നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ഈ ഫ്രൈ തയ്യാറാക്കാനായി ചിക്കൻ ലെഗ് പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 500 ഗ്രാം അടുത്തുണ്ടാവും ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി വേണ്ടത്, അതും ചേർക്കാം. ഇനി ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. 2.5 ടേബിൾ സ്പൂൺ അടുത്ത് വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. അതായത് ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 15 മിനിറ്റ് നേരം ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് അരച്ച് ചേർക്കേണ്ട മസാലയുണ്ട്, അതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഏകദേശം 12 ചുവന്നുള്ളിയോളം ഉണ്ട് ഇത് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. 7-8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 5 വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇതും ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ച് മാറ്റി വെക്കാം. ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഫ്രൈയിങ് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരട്ടെ. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ പീസസ് എല്ലാം നമുക്ക് വറുത്തെടുക്കാൻ. ഓരോ പീസസ് ആയിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇത് വെന്ത് വന്ന ശേഷം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്ന ശേഷം മറ്റേ സൈഡ് കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ എല്ലാ പീസസിൻ്റെയും ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വെന്ത് വരട്ടെ. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിന് മുമ്പായിട്ട് ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ പീസസും ഞാൻ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എണ്ണയിൽ കിടക്കുന്ന അരപ്പ് അരിച്ചെടുക്കണം. അതായത് ചിക്കൻ വറുത്ത് കോരി ബാക്കി വന്നിട്ടുള്ള അരപ്പാണിത്. ഇത് നമ്മൾ അരിച്ചെടുക്കണം. അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കണം. ഇത് നമുക്കിനി ആവശ്യമുണ്ട്. ഒരു സ്റ്റീൽ അരിപ്പ് ഉപയോഗിച്ച് തന്നെ അരിച്ചെടുക്കാം. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത ബാക്കി വന്ന എണ്ണ ഉണ്ടല്ലോ, അതായത് അരിച്ചെടുത്തിട്ടുള്ള എണ്ണ 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഒരു 5-6 എണ്ണം കീറി ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർക്കാം. അതുപോലെ തന്നെ 2-3 പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള അരപ്പാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്റ്റീൽ അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. 1 ഇതിട്ട് കൊടുക്കാം.
നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അല്പം കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വറുത്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പരന്ന തവി ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇളക്കി എടുത്താൽ മതിയാകും. 2 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു വാഴയില എടുത്തിട്ട് അതിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ ബൈ ബൈ.